ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഇലവീഴ പൂഞ്ചിറ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കിയിരുന്ന മുനിയറ കേവ്സും അതുപോലെ മലങ്കര ഡാം വ്യൂ പോയിന്റ് ആയിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഇലവീഴ പൂഞ്ചിറ വരുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു ചിറയിൽ ഇലകൾ വീഴില്ല എന്നാണ് പറയുന്നത്. അതായത് കാറ്റിന്റെ ശക്തി മൂലം ഇലകളൊന്നും വീഴില്ല, പൂക്കൾ മാത്രമാണ് ഈ ഒരു കുളത്തിൽ വീഴുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നിട്ടുള്ളത്. അവിടെ നിന്നും ജീപ്പിൽ തന്നെയാണ് കേട്ടോ അടുത്ത ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ ഇലവീഴ പൂഞ്ചിറ എന്ന ഫിലിമൊക്കെ എടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരെയുള്ളൂ ജീപ്പ്. ഇത് കഴിഞ്ഞ് നമ്മൾ നടന്ന് കയറണം കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. മോർണിംഗ് ആണെങ്കിൽ നല്ല സൂപ്പർ വൈബാണ് കേട്ടോ. ഞങ്ങൾ മോർണിംഗ് ആണ് എത്തിയിട്ടുള്ളത്. വെയിൽ ഉദിക്കുന്നതിന് മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ടൈമായിട്ട് പോലും. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും. എന്നിട്ട് പോലും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് വെയിലിൻ്റെ ആ ഒരു കാഠിന്യമൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അത്ര നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യോദയം കാണാനൊക്കെയാണ് വരുന്നതെങ്കിൽ അടിപൊളി വൈബായിരിക്കും. കാണാനും അതുപോലെ നല്ല ആസ്വദിക്കാനും നമുക്ക് പറ്റും. നമുക്ക് നന്നായിട്ട് ആ തണുപ്പൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചൂടിൻ്റെ സമയമായിട്ട് പോലും നല്ല സൂപ്പർ വ്യൂവും സൂപ്പർ ഫീലുമാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. ആ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ. ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ചിറ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ ചുറ്റിനും കാണുന്നത്. ആ കാണുന്നത് പഴയ വയർലെസ് സ്റ്റേഷനാണ് കേട്ടോ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയരെയുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നതായിരുന്നു. ഇപ്പോൾ ഇത് ആക്റ്റീവ് അല്ല. സിഗ്നൽ ട്രാൻസ്മിഷൻ ഇതിലൂടെ ഉള്ളത് ഭയങ്കര ഐഡിയൽ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ആക്റ്റീവ് അല്ല. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഇടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെന്താ, ഇനിയും നല്ല വീഡിയോസായിട്ടൊക്കെ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.